രമേശേട്ടാ, എന്തോ എനിക്ക് എൻ്റെ ഒരു സന്തോഷം ഇവിടെ പങ്കുവെക്കാൻ തോന്നുവാണ്. സന്തോഷങ്ങൾ മാത്രമേ ഈ വേദിയിൽ പങ്കുവെക്കാവുള്ളൂ. എൻ്റെ ആദ്യത്തെ ചിത്രത്തിൽ തന്നെ എനിക്ക് ഇന്നസെന്റ് സാറിൻ്റെ കൂടെ അഭിനയിക്കാനുള്ളൊരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ടൊരു ഫിലിം ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ അവിടെ ഒരുപാട് എന്നെ ആശ്വസിപ്പിച്ചതും സന്തോഷിപ്പിച്ചതും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നസെന്റ് സാർ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ പുതിയൊരു അഭിനേത്രി ആണ്. എന്നാൽ പുതിയ ആൾക്കാരെ ചേർത്ത് നിർത്തുക, മാറ്റി നിർത്താതിരിക്കുക എന്നൊരു കാര്യം ഇന്നസെന്റ് സാറ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അവിടെ അത് ചെയ്തു കൊടുത്തെങ്കിലും അതേ സിനിമയിൽ അഭിനയിക്കാൻ വന്ന വേറെ 2 ആൺപിള്ളേർ ടെൻഷൻ അടിച്ച് പേടിച്ചിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. ഈ പുതിയ ആൾക്കാരെ ദുരുപയോഗം ചെയ്ത ഒരാളുണ്ട്. അത് ധർമ്മജനാണ്. പണ്ട് ധർമ്മജൻ സുന്ദരി സുന്ദരി എന്ന് പറഞ്ഞൊരു സീരിയൽ എഴുതുക, അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുക, ദിവസം 7 സീൻ വേണം. ഒരു ദിവസം ഒരു സീരിയൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവൻ രാത്രി എന്തൊക്കെയോ തിരക്കഴിഞ്ഞ് പ്രോഗ്രാമും കഴിഞ്ഞ് വന്നിട്ട് ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ രാവിലെ ഒരു 2 മണിക്കൂർ ഉണ്ടെങ്കിൽ എഴുതാം, പക്ഷെ 2 മണിക്കൂർ കിട്ടണം. 8 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ കൃത്യം ഒരാൾ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു വേഷം തരണം എന്ന് പറഞ്ഞു. ധർമ്മൻ അപ്പം തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് സീൻ ഇയാൾ പറയുമ്പോൾ ഇയാൾ പറഞ്ഞ അയാൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ശേഷം ഇയാൾ പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞൊരു സീൻ എഴുതിയിട്ട് ഈ പുതിയ ആൾക്കും കൊടുത്തു വിട്ടു. അയാൾ 2 മണിക്കൂർ നിന്ന് തെറ്റിച്ചു. ആ സമയം കൊണ്ട് ബാക്കിയുള്ളത് മുഴുവൻ എഴുതി ഉണ്ടാക്കി കൃത്യമായിട്ട്. ഇപ്പം ഇന്നസെന്റ് ഏട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞു. പേഴ്സണൽ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് ജുബ്ബ ഒരു ഇന്ത്യക്കാരാണുങ്ങൾ ഇടുന്ന സാധാരണ വേഷമൊക്കെയാണ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് മലയാളികളിൽ ജുബ്ബ ഇട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന, ജുബ്ബ ഇട്ടാൽ നല്ല ഫിനിഷിംഗ് ഉള്ള, ജുബ്ബ ഇട്ടാൽ ഏറ്റവും നന്നായി ചേരുന്ന 3 പേരേ ഉള്ളൂ ഇന്നസെന്റ് ഏട്ടാ. ആരൊക്കെയത്? ഒന്ന് കെ.എം. മാണി സാർ, 2 ദാസേട്ടനാണ്. ദാസേട്ടനെ നമ്മൾ ജുബ്ബയിട്ടേ കാണാറുള്ളൂ, നല്ലൊരു അഴകാണ്. 3ാമത് ഇന്നസെന്റ് ഏട്ടനാണ്. അപ്പൊ ചോദ്യം സത്യമല്ലേ? ശരി, ഇന്നസെന്റ് ഏട്ടൻ ജുബ്ബ, ഒരു സ്വർണമാല, കല്ല് പതിപ്പിച്ച ഒരു മോതിരം, ഗോൾഡൻ ഫ്രെയിമിന്റെ ഒരു കണ്ണട, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു കലാകാരനല്ല, വലിയൊരു ആക്ടറല്ല, വലിയൊരു പാട്ടുകാരനല്ല. അപ്പം നമ്മൾ എപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഒരു ജുബ, അങ്ങനെ ഒരു മണിമാല, ഒരു ഗോൾഡൻ ഫ്രെയിം ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉള്ളത് വെച്ചിട്ട് വരുമ്പോൾ തന്നെ ആളുകൾ അയാളൊരു കലാകാരനാണെന്നേ എന്ന് പറയും. മനസ്സിലായില്ലേ? അതല്ല എന്നുള്ള ബോധം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പണി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. സപ്പോർട്ടിന് വേണ്ടി എടുത്തിട്ടേക്കാണ്. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പിന്നെ വേറൊരു കാര്യം, ഈ ജുബയ്ക്ക് ഏതാണ്ട് നല്ല നീളമുണ്ട്. അപ്പോൾ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന കാരണം വല്ല തിരക്കിലൊക്കെ പെട്ട് ആരെങ്കിലും മുണ്ട് വലിച്ചുകൊണ്ട് പോയാലും ജുബ രക്ഷിക്കും. ജുബ നമ്മൾ, അതുകൊണ്ട് ഞാനും ഒരു ജുബയാക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സ്റ്റാൻഡപ്പ് കോമഡിനെ ക്ഷണിച്ചാലോ? ഉറപ്പായും, തീർച്ചയായിട്ടും വിളിക്കൂ.